കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കാം. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആ വീഡിയോ അദ്ദേഹം സംസാരിക്കുന്നത് എന്താ വെച്ചാൽ കമൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. കമൻറ്റ് എന്ന് പറഞ്ഞാൽ, എടാ പട്ടി, നീ പള്ളിയിൽ പോയി മുസ്ലിം സ്ത്രീകളോട് പള്ളിയിൽ കയറ്റാൻ പറ കോപ്പെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുഹൃത്ത് അതിനെക്കുറിച്ച് വിമർശിക്കണം. ഇവരൊക്കെ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. കാരണം മുസ്ലിം പള്ളികളിൽ ഒരിക്കലും സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്ട്ലി ആയിട്ടുള്ളൊരു നിയമം ഇവിടെ ഇല്ല. മുസ്ലിം സ്ത്രീക്ക് വീടാണ് ഉത്തമം പള്ളിയിൽ പോകുന്നതിനെക്കാട്ടി നല്ലത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 5 നേരം സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കുടുംബിനികൾക്കും കുട്ടികളുള്ളവർക്കൊക്കെ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇസ്ലാം വിധി പ്രകാരം ചില നിയമങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമോ അധികാരമൊന്നുമല്ല. നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നിർബന്ധമാക്കി കഴിഞ്ഞാൽ അവരത് പോവും, അതിനെ ഫോളോ ചെയ്യും. അപ്പോൾ അവർ പല ബുദ്ധിമുട്ടും അവർക്കുണ്ടാവും. നമ്മുടെ മലയാളത്തിൻ്റെ എഴുത്തുകാരി കമലാ സുരയ്യ പറഞ്ഞ പോലെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഏറ്റവും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു മതമാണ്. അത് ചിലർക്ക് മനസ്സിലാവുന്നില്ല. ചിലരൊക്കെ സ്ത്രീയെ ഒതുക്കി വെക്കുകയാണ്, സ്ത്രീ അകത്തളത്തിൽ അടക്കി നിർത്തുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നിജസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് സ്ത്രീ അത് പോവണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമല്ല എന്നുള്ളതാണ്. അപ്പം മുസ്ലിം സ്ത്രീക്ക് പള്ളി നിർബന്ധമല്ല, വീടാണ് ഉത്തമം. പള്ളി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം റസൂല് ഉത്തമം വീടാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ചിലർ പോകുന്നില്ല, ചിലർ പോകുന്നുണ്ട്. ഇനി പോകണമെങ്കിൽ പോകുകയും ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം അത് ഈ സുഹൃത്തിന് അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീയൊക്കെ പോയിട്ട് പള്ളിയിൽ മുസ്ലിം സ്ത്രീ കയറ്റാൻ പറയട കോപ്പയെന്ന്. പക്ഷെ ചില ആളുകളുണ്ട്, ഒരു വിവരവുമില്ല, വെറുതെ വന്നൊരു കമൻറ്റിൽ ഒളിഞ്ഞിരുന്നൊക്കാണ്ട് കമൻ്റ് ഇട്ട് പോകും. നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, അതിൻ്റെ നിജസ്ഥിതി നമ്മൾ അറിയാം. എടോ, അതിനവിടെ ആൾക്കാരുണ്ടോ, അത് അവര് തീരുമാനിച്ചോളൂ. ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും വേണ്ട. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കണ, അത് മദർസയിൽ കയറിയിട്ട് മോഹനെ എവിടെ ഈസാൻ എവിടെയും ക്ലാസ് എടുക്കണം എന്നുള്ള അവര് തീരുമാനിച്ചോളൂ. നിങ്ങൾ അവരെന്നെ ഇതാക്കാൻ പോണ്ട. നിങ്ങൾക്ക് അത്ര മുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പള്ളിക്കാണ് ചെല്ലി, ബാക്കി അവര് പറഞ്ഞു നിങ്ങൾക്ക് എന്താന്നുള്ളത്. നമ്മളൊക്കെ പിന്നെ എല്ലാം തേഞ്ഞിട്ടിരിക്കണവരാണല്ലോ അല്ലേ. ജാതിയുടെ പേരിൽ, സ്വന്തം മതത്തിലുള്ള ആൾക്കാരുടെ ജാതിയുടെ പേരിൽ, ജാതി പേരുടെ പേരിൽ തല്ലി കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുള്ള നാട്ടിലിരുന്നിട്ട് ഞങ്ങൾ ഈ ചിലക്കിന് അത് മറക്കണ്ട. അതിനെതിരൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവരെ പള്ളിയിലത്തെ കാര്യം നോക്കണേ, നിങ്ങൾക്ക് നമ്മളെ സ്വന്തം മതത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്നിട്ട് പോരെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോക്ക്. എൻ്റെ ഒരു കൂട്ടുകാരെ പ്രേമിച്ച പെണ്ണിനെ പോയിട്ട് വീട്ടിൽ ചോദിച്ചപ്പോ പറഞ്ഞേ, താഴ്ന്ന ജാതിയാ, പെണ്ണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ വൈരന്മാരുള്ള നാട്ടിൽ അങ്ങളി എന്നിട്ട് കോണത്തിലെ വർത്താനം പറയണേ. എന്താ ആ നവോത്ഥാനം നിങ്ങൾക്ക് നടത്തി കാണിക്കാൻ പറ്റുമോ? ഒരു 250 ജാതി 300 സംഘടന ഓവിയാടാ അവിടുന്ന്. എന്നിട്ട് വലിയ മറ്റുള്ളവരെ തീട്ടത്തിലെ തരി നോക്കാൻ വന്നേക്കുക. എന്താ ഈ നവോത്ഥാനം ശബരിമലയിൽ കാണിച്ചില്ലെങ്കിൽ അതേപോലത്തെ ഒരു നവോത്ഥാനം ഇവിടെ കാണിക്കി, ഗുരുവായൂർ അമ്പലത്തിൽ ആ യേശുദാസിനൊന്ന് കയറ്റി കാണിക്കി പറ്റുമോ? വലിയൊരു വിഭാഗം ഹിന്ദുവിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ശബരിമല കാണിച്ച പോലെ കോണത്തിലെ പരിപാടിയല്ല അത്. അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന്. അത് ചെയ്തു കൊടുത്ത് വെച്ചിട്ട് അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും ഒന്നും ഇറങ്ങി പോകുന്നില്ല. ചിലപ്പോൾ അദ്ദേഹവും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവിടുത്തെ കുറെ കോമരങ്ങളാണ് അതിനെതിരിക്കണത്, കുറെ തമ്പ്രാക്കന്മാര്. പോടാ അവിടുന്ന്. എന്നിട്ട് നമ്മളോട് വന്നിട്ട് പള്ളിയിൽ എന്താ എന്റെ മുട്ട പൊന്നില്ല, പള്ളിയിൽ പോയിട്ട് ചോദിക്കാൻ അടി ചെല്ലിജി അടി കയറി കൊടുക്ക് പോയിട്ട്. പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ടേ, കുളിയും നാനില്ലെങ്കിലും കെടുക്കട്ടെ പെരപ്പുറത്ത് ഒരു കോണകം തന്നുണ്ട്. അതേപോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ. പോയി വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുത്താണ്ടാ. നമ്മളെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചെതറ. ഇതിപ്പോ ഇത്തരത്തിലുള്ള ഒരു കമന്റ് വരാനുണ്ടായ ഒരു കാരണം എന്താന്ന് നോക്കുമ്പോൾ, ഇപ്പൊ വേടന്റെ ഒരു വിഷയം ഉണ്ടായില്ല. വേടൻ സവർണ മേധാവിത്വത്തിനെതിരെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലും വരികളിലും ഗാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ ചില ആൾക്കാർക്ക് സുഖിച്ചില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. ഒരു സവർണൻ അവർണൻ എന്ന് പറഞ്ഞിട്ട് അവർണനെ മാറ്റി നിർത്തുന്നത് അത്ര ശരിയല്ല. അവരും ഈ ഭൂമിയിൽ ജനിച്ചവരാണ്, ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. ഇനിയും അത് ആവർത്തിക്കാൻ ഒരുങ്ങുന്ന ചില സൂചനകൾ കിട്ടുമ്പോഴാണ് ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്. അപ്പം അത് ജാതി ഭേദമന്യേ സവർണ അവർണ വ്യത്യാസമല്ലാതെ എല്ലാവരും പ്രതികരിക്കും. അതിന് കുരു പൊട്ടിയിട്ട് കാര്യമില്ല.
അദ്ദേഹത്തിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അപ്പം നമ്മളിത് പ്രതികരിക്കണം. ഇവിടെ ഈ വടക്കേ ഇന്ത്യയിലും ഒക്കെ ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു വീഡിയോസ് കണ്ടിരുന്നു, താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരനെ ബേട്ട എന്ന് വിളിച്ചതിൻ്റെ വലിയ ആളെ തല്ലിക്കുന്നു. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ ഈ കേരളത്തിലുള്ളത് കൊണ്ട് അവരതിനെ പ്രതികരിക്കുന്നു. അതിന് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹം ആരാന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.